ടെക്നോളജി അല്ല, അതിന് ഇച്ചിരി കൊഴുപ്പുണ്ടായിരിക്കും. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രി 82ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈ ക്വാളിറ്റി സ്പ്രെഡറാണ്. സ്പ്രെഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഈ അഗ്രി 82 ചേർത്താണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഒരു തുള്ളി വെള്ളം എങ്ങും പോയി പറ്റിപ്പിടിച്ചിരിക്കാതെ അത് നമുക്ക് ചെടിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആക്ടിവേഷൻ, നമ്മൾ കൊടുക്കുന്ന മരുന്നിനെ 30% ഇത് ആക്ടിവേറ്റ് ചെയ്യും. കൊടുക്കുന്ന മരുന്നിനെ 30% ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് വെറ്റിംഗ് ആക്ഷൻ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന മരുന്ന് ചെടിയുടെ സർഫസിൽ പോയി പിടിച്ചിരിക്കും. അതായത് ചേമ്പലയിൽ പോലും വെള്ളം പിടിക്കും. നമുക്കറിയാം ചേമ്പലയിൽ വെള്ളം പിടിക്കുക ഇല്ലെന്നുള്ളത്. ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, ചേമ്പലയിൽ പോലും വെള്ളം പിടിക്കും. ഇതിന്റെ ഡോസേജ് ഏത് ചെറിയ ചെടിയാട്ടെ വലിയ ചെടിയാട്ടെ ഏത് ചെടികൾക്കും ഒറ്റ ഡോസേജ് ഉള്ളൂ. ചെറിയ ചെടിക്ക് ഒരു ഡോസ്, വലിയ ചെടിക്ക് ഒരു ഡോസ് ഒന്നുമില്ല. ഇതിന്റെ ഡോസേജ് വരുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി. ഓക്കെ, 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി. ചെറിയ ചെടിക്കൊന്നും വാഴയ്ക്കൊന്നും ജാതി അങ്ങനെ ഒന്നുമില്ല, ഒരൊറ്റ ഡോസേജേ ഉള്ളൂ. ഇതിന്റെ ഡോസ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ ഡോസ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ ഇല കരിയാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലമാണ്. മഴക്കാലത്താണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ചൂട് കാലാവസ്ഥയിൽ ഡോസേജ് ഒരിക്കലും കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇല കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോസേജ് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ 10 ലിറ്റർ വെള്ളത്തിൽ 2.5 മില്ലി കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. 3 മില്ലി, മാക്സിമം 3 മില്ലി വരെ. ഓക്കെ, ഇത് നമുക്ക് ഏതു തരം ഓർഗാനിക് പ്രൊഡക്റ്റുകളുടെ കൂടുതലും കെമിക്കൽ ആയിട്ടുള്ള മരുന്നുകളുടെ കൂടുതലും എല്ലാം ചേർക്കാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അഗ്രി 82. നമുക്കിത് 5 ലിറ്ററിന്റെയും 1/2 ലിറ്ററിന്റെയും 100 മില്ലിയുടെയും ബോട്ടിൽസ് ആണ് നമുക്ക് വരുന്നത്. അടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് അക്വാജെൽ എന്ന് പറയും. അക്വാജെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പിള്ളേരൊക്കെ സ്നഗ്ഗിക്കാത്ത ഒരു ജെല്ലി പോലുള്ള ഒരു പ്രൊഡക്റ്റ്. അതിന്റെ വേറൊരു ഇത് കൃഷിക്ക് വേണ്ടിയുള്ള വേറൊരു ഫോർമേഷൻ ആണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണില് നമ്മൾ ഇപ്പൊ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴോ അല്ലെ ചെടിയൊക്കെ നടുമ്പോഴോ നമുക്ക് മണ്ണിന്റെ കൂടുതൽ ആഡ് ചെയ്ത് നമുക്ക് ചോട്ടിൽ ഇട്ട് കൊടുത്ത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ ജെല്ലുകളും ആ ജെല്ലിന്റെ ഇപ്പൊ ഒരു പഞ്ചസാരത്തരി പോലിരിക്കുന്ന ജെല്ലാണ്, അതിന്റെ 500 മടങ്ങ് വെള്ളത്തെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഇപ്പൊ നമ്മൾ ഒറ്റ പ്രാവശ്യം നനവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം നിൽക്കും. 50% വരെ നമുക്ക് വെള്ളം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളങ്ങൾ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ വളങ്ങൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ വളങ്ങൾ ഇത് മണ്ണിൽ പിടിച്ചു നിർത്തും. ഇപ്പം പെട്ടെന്നൊരു മഴ വന്നു, അത് ഒഴുകി പോകാതെ ഇത് ആ വളത്തിനെ ചെടിയുടെ ചൂട്ടിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. നമുക്കിത് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത്, അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ സാന്നിധ്യം 3 മാസമാണ് ഉണ്ടാവുക. 3 മാസം ഇത് മണ്ണിലുണ്ടാവും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഇത് മണ്ണിലേക്ക് ലയിച്ച് ചെയ്യും. പ്രധാനമായിട്ടും ചൂട് കാലാവസ്ഥയിലെ വേനൽക്കാലത്താണ് നമുക്ക് ഇതിന്റെ പ്രയോജനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഡോർ നമുക്ക് വീടിനുള്ളിലൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും കൃഷി രീതികളോ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം വരെയൊക്കെ ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ കിട്ടുന്നുണ്ടാവും. ഇതിന്റെ ഡോസേജ് വരുന്നത് സോയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ 1 ഏക്കറിന് 1 മുതൽ 2 കിലോ വരെ നമുക്ക് 1 ഏക്കറിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ മണലിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ശേഷം നമുക്ക് വാരിയിട്ട് കൊടുക്കാം, കൂടുതൽ ഏരിയ കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് അഗ്രി ഗോൾഡ്. പേര് പോലെ തന്നെ ഇതൊരു ഗോൾഡ് തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് മെയിൻ NPK, നൈട്രജൻ പൊട്ടാഷ്യം ഫോസ്ഫറസ്, ഇതാണ് ഇതിന്റെ കണ്ടന്റ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ബാക്ടീരിയാസും ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതിനുള്ളിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് സ്ട്രോങ് ആവും, റൂട്ടിങ് നന്നാവും, വേര് സ്ട്രോങ് ആവും, ചെടിയുടെ മെറ്റാബോളിസം മെച്ചപ്പെടും, ചെടി നല്ല പച്ചപ്പാവും. അതുപോലെ തന്നെ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ 2 ഗുണമാണ്. വേരിനെ ആക്ടിവേറ്റ് ചെയ്യും, അതുപോലെ പൂക്കളുണ്ടാവും. ഇതിന്റെ ഡോസേജ് വരുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 10 ഗ്രാം, 10 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാമാണ് ഡോസേജ്. സ്പ്രേ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ചെടിയുടെ ലീഫിൽ സ്പ്രേ ആയിട്ട് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അത് എവിടെയാണെങ്കിലും ഏത് ചെടികൾക്കാണെങ്കിലും മാക്സിമം വെയിൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അത് നമ്മുടെ പ്രൊഡക്റ്റ് എന്നല്ല, മറ്റ് ഏത് ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും
ചെടിക്ക് കൊടുക്കുന്ന ന്യൂട്രീഷൻ, കീടനാശിനികൾ അടിക്കുന്നതിന് നിങ്ങൾ നേരവും കാലവും നോക്കണ്ട, ഇപ്പൊ വേണമെങ്കിലും കൊടുക്കാം, രാത്രിയിലോ നട്ടു എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ ന്യൂട്രീഷൻസ്, ചെടിക്ക് വേണ്ട പോഷകങ്ങൾ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം വെയിൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഈ ചെടികളുടെ ഈ ഇലകളുടെ അടിവശത്ത് സ്റ്റൊമറ്റ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പ്രേ കൊടുക്കുന്ന സമയത്ത് ഇലയുടെ അടിവശത്ത് വേണം കൊടുക്കാൻ കേട്ടോ. ഇലയുടെ മേളിവശത്ത് നമ്മൾ സ്പ്രേ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അത് ജസ്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ തന്നെയാണ്, സൂര്യപ്രകാശം സെൻസ് ചെയ്യുക, അത് മാത്രമാണ് ഇലയുടെ മേൽവശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലയുടെ അടിവശത്താണ് മെയിനായിട്ടും സ്റ്റൊമറ്റ എന്ന് പറയുന്ന പോർഷൻ ഉള്ളത്. ഈ പോർഷൻ വഴിയാണ് ന്യൂട്രീഷൻസ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ഈ ഇലയുടെ അടിവശത്ത് വേണം നമ്മൾ സ്പ്രേ കൊടുക്കാൻ. അങ്ങനെ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് ചൂട് കൂടി കഴിഞ്ഞാൽ സ്റ്റൊമറ്റ ക്ലോസ് ചെയ്യും ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല വഴി വെള്ളം ലോസ് ആകുന്നത് തടയാൻ വേണ്ടി ക്ലോസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും അവിടെ വരിക. കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഏതുതരം ന്യൂട്രീഷൻസ് ചെടിക്ക് സ്പ്രേ കൊടുക്കുമ്പോൾ മാക്സിമം ചൂടാകുന്നതിന് മുമ്പ്, വെയിൽ ചൂട് വെക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഗ്രി ഗോൾഡിന്റെ ഡോസേജ് വരുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാമാണ് ഡോസേജ് നമുക്ക് സ്പ്രേ കൊടുക്കുക. ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ റിസൾട്ട് ആണ്. ഓക്കെ, 10 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാമാണ് സ്പ്രേ ആയിട്ട് കൊടുക്കാം. ഇതിന്റെയൊക്കെ കൂടെ അഗ്രി 82 3 മില്ലി, 10 ലിറ്ററിന് 3 മില്ലി അഗ്രി 82 കൂടെ ചേർത്ത് വേണം കൊടുക്കാൻ, നിർബന്ധമാണ്. കാരണം അത് കറക്റ്റ് ആയിട്ട് ചെടികളിലേക്ക് എത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേക പ്ലാന്റ് ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ എൻവോൾവ്മെന്റ് സ്ട്രെസ്, അതായത് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ മൂലം അല്ലെങ്കിൽ അവിടുത്തെ ആ ചുറ്റുപാട് മൂലം ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഹീറ്റ് മൂലം, കോൾഡ് മൂലം, അതുപോലെ ഉപ്പിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെടികളുടെ ഗ്രോത്തിനെ ബാധിക്കും. അതിനെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അഗ്രി നാനോടെക്. നാനോ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയന്റ് ഏകദേശം 12ഓളം ന്യൂട്രീഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അത് ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം, കൊബാൾട്ട്, മോളിബിഡിനം, അങ്ങനെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഫുഡ്. ചെടികളുടെ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊണ്ട് ചോട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടി എടുക്കുന്നത് അതിൽ നിന്ന് NPK ന്യൂട്രീഷൻസ് എടുക്കും. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രീഷൻസ്, ഈ നമ്മുടെ ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം, സൾഫാർ, കൊബാൾട്ട്, ഇത് രണ്ടുമാണ്. നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും അതിൽ നിന്ന് എടുക്കുന്നത് NPKയും മൈക്രോ ന്യൂട്രീഷൻസും ആണ്. അപ്പൊ നമ്മുടെ ഒരു മൈക്രോ ന്യൂട്രീഷൻസിന്റെ ഒരു കാറ്റഗറിയാണ് അഗ്രി നാനോടെക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇത് ചെടിയുടെ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ടുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നാനോടെക്കിന്റെ ഉപയോഗക്രമം 10 ലിറ്റർ വെള്ളത്തിൽ 15 ഗ്രാമാണ് ഡോസേജ് വരുന്നത്. 10 ലിറ്റർ വെള്ളത്തിൽ 15 ഗ്രാം ചേർത്ത് നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാം. ഇലയിൽ നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അഗ്രി പ്രോടെക്. എന്താണ് അഗ്രി പ്രോടെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റമിക് കോണ്ടാക്റ്റുമായിട്ടുള്ള ഒരു ഓർഗാനിക് ഫംഗിസൈഡാണ്. എന്താണ് സിസ്റ്റമിക് കോണ്ടാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ മുറിവ് വന്ന ഭാഗത്ത് ഓയിൽമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിവ് കഴിയും. ആ മുറിവ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഭാഗത്ത് എവിടെ വേണമെങ്കിലും മുറിവ് വരാം സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അഗ്രി പ്രോടെക്കിന്റെ പ്രത്യേകത ഇത് സിസ്റ്റമിക്കും കോണ്ടാക്റ്റുമാണ്. ഈ ഒരിടത്ത് മുറിവ് വന്നു, അത് നമ്മൾ ഓയിൽമെന്റ് വെച്ച് കഴിഞ്ഞ് അടുത്തടുത്ത് മുറിവ് വന്നു. അതേസമയം നമ്മൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയെന്ന് വെച്ചു, കയ്യിൽ ഒരു മുറിവ് വന്നൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഓൾ ബോഡിയാണ്, നമ്മുടെ ശരീരം ഫുള്ള് പ്രൊട്ടക്ട് ചെയ്യും. പിന്നീട് എവിടെയും മുറിവ് വരാനോ ചൊറിച്ചിൽ വരാനോ സാധ്യത കുറവാണ്. അപ്പൊ അതേ സിസ്റ്റമാണ് ഇവിടെ. ഇത് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും. ഒന്ന്, ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അവിടെ ഇത് ചെന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് ക്യൂർ ആക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റൊമറ്റ വഴി ചെടിയുടെ സെല്ലുകൾ വഴി ഉള്ളിൽ കയറി പോയിട്ട് ചെടികൾക്ക് ഫുള്ള് ആന്റിബയോട്ടിക് പ്രൊട്ടക്ഷൻ. നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഒരു പക്ഷേ ഇലയിലാവാം, പക്ഷെങ്കിൽ ഇത് വേര് വരെ ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, മെയിൻ ആയിട്ട് കാണുന്ന ഫംഗൽ ഡിസീസുകൾ, ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് കീടബാധയല്ല, രോഗങ്ങൾ. എന്തൊക്കെ രോഗങ്ങൾക്ക് കാരണം മെയിൻ കുമിളുകളാണ് അല്ലെങ്കിൽ ഫംഗസ് ആണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇല കരിച്ചില്, ഇലയുടെ അറ്റം കരിഞ്ഞു പോകുന്നു, ഈ മുളക് ചെടിയുടെ ഒക്കെ ഇല ചുരുളുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ബെസ്റ്റ് റിസൾട്ട് ആണ്. നമുക്ക് വേറൊരു വലിയൊരു പ്രത്യേകതയാണ്, ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഇല കരിച്ചിൽ കൂടും. ഇങ്ങനെ രാവിലെ മഞ്ഞുതുള്ളി വീണിട്ട് അവിടെ ഡ്രോപ്പ് ആയിട്ടിരിക്കും, വെയിലടിക്കുമ്പോൾ അവിടെ ഒരു ലെൻസ് എഫക്റ്റ് ഉണ്ടാവും. ലെൻസ് എഫക്റ്റ് ഉണ്ടായിട്ട് അവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇലകൾ ഇങ്ങനെ കുത്തുകുത്തായിട്ട് കരിയാൻ തുടങ്ങും, അവിടെ ഫംഗസ് വളരാൻ തുടങ്ങും. അപ്പൊ ആ ഇല കരിക്കുന്നതോടുകൂടി ആ ചെടിയുടെ ഗ്രോത്തും, ഇല പോയി കഴിഞ്ഞാൽ താഴെ നിന്ന് ന്യൂട്രീഷൻ വലിക്കാനുള്ളതും പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവും നഷ്ടപ്പെടും, അതുപോലെ ചെടിയുടെ ഗ്രോത്തും. അപ്പൊ അതിനൊക്കെ ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതുപോലുള്ള കംപ്ലൈന്റുകൾക്ക്, ഫംഗസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡിസീസുകളെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത, മറ്റു ഫംഗസിൽ ഒരുപാട് കെമിക്കലായിട്ടുള്ള ഫംഗിസൈഡുകളുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗിസൈഡുകൾ നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴുള്ള അസുഖങ്ങൾ മാറും, അസുഖം വരാതെ നോക്കണം. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം വരാതെ പ്രൊട്ടക്ട് ചെയ്യും, ചെടികൾക്ക് അഡ്വാൻസ് ചെയ്യാം, അസുഖം വരാതെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നിലവിൽ എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും.
ഓക്കെ. ഇന്ന് ഏറ്റവും കൂടുതൽ ചെടികളിൽ, സസ്യങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിൽ വിഷാംശം വരാനുള്ള കാരണം നമ്മളെല്ലാം ഓർത്തിരുന്നത് പെസ്റ്റിസൈഡ്സ്, അതായത് ഈ പ്രാണികളെ കൊള്ളാൻ കീടനാശിനിയാണെന്നാണ് ഓർത്തിരുന്നത് അല്ലേ. അതിനേക്കാളും ഭീകരൻ അതിൽ ഉപയോഗിക്കുന്ന ഫംഗിസൈഡുകളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഫംഗിസൈഡുകളാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫംഗിസൈഡിനെ പറ്റി ഇത് പ്യുവർ ഓർഗാനിക് ആണ്, നാച്ചുറൽ ആണ്, യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. തന്നെ ഇത് ബാക്ടീരിയ ബേസ്ഡ് ആണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റ് കെമിക്കലുകളോട് പറ്റത്തില്ല, ഇത് തന്നെ വേണം സ്പ്രേ ചെയ്യാൻ. ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടികളിൽ പോയി പിടിച്ചിരിക്കുന്നു, ചെടികളുടെ ഉള്ളിൽ കയറി ഫുൾ ഒരു ആന്റിബയോട്ടിക് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ഇതിന്റെ ഡോസേജ് വരുന്നത് ഇതൊക്കെ ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണാം. ആ റൗണ്ടിൽ കാണിച്ചു നമ്മൾ ഈ പാവല്, പയർ ഇങ്ങനെയുള്ള ഇതൊക്കെ നട്ട് കഴിയുമ്പോൾ ജസ്റ്റ് അത് കയറി വന്നിരുമ്പോൾ തന്നെ ചോട്ടിന്ന് തണ്ട് ഒരു ഒരു വാടിയ പോലെ വന്നിട്ട് വീണു. ഇതൊക്കെ തന്നെ ഈ ഫംഗസിന്റെ ഒരു എഫക്റ്റ് ആണ്. മുളക് ചെടികൾക്ക് കാണുന്ന പ്രശ്നം. ഇതിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ സൊല്യൂഷൻ ആണ്, സ്പ്രേ ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഡോസേജ് 10 ലിറ്റർ വെള്ളത്തിൽ 25 ഗ്രാം ആണ് ഡോസേജ്. 10 ലിറ്റർ വെള്ളത്തിൽ 25 ഗ്രാം ആണ് ഡോസേജ്. നമ്മൾ ഇതൊരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് സിവിയർ കേസാണ്, അതിൽ കൂടുതലായിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് 15 ദിവസങ്ങൾക്കുള്ളിൽ റിപ്പീറ്റ് വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് ആണ്. റെഗുലർ ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ അളവ് കുറയ്ക്കും. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് 10 ലിറ്റർ വെള്ളത്തിൽ 25 ഗ്രാം ആണ് ഡോസേജ്. സിവിയർ കേസാണെങ്കിൽ ഒരുപാട് കംപ്ലൈന്റ് ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ 15 ദിവസത്തിന് ശേഷം റിപ്പീറ്റ് ഒന്നുകൂടെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 10 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം മതി. ഓക്കെ. ഇത് നമുക്ക് വലിയ കൃഷികൾക്ക് ഇപ്പം ഒരു വർഷം 2 വർഷങ്ങൾ നിൽക്കുന്ന ചെടികളൊക്കെയാണ്. ഇപ്പൊ ചെറിയ ഈ പയറ്, പാവല് പോലാണെങ്കിലും അധികം വർഷങ്ങൾ നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ഇത് മെയിൻ ആയിട്ടും ഏറ്റവും കൂടുതൽ 2 പ്രാവശ്യം വർഷത്തിൽ നമുക്ക് കൊടുക്കാം. ഒന്ന് വേനലിന് മുമ്പും ഒന്ന് മഴയ്ക്ക് മുമ്പും. അസുഖങ്ങൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് അഗ്രിമോസ് എന്ന് പറയും. ഇത് മെയിൻ ആയിട്ടും ഒരു അമിനോ ആസിഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ